ഇന്ന് തന്നെ കൂടെയുള്ളത് ടാറ്റ കർവിന്റെ കൂപ്പ ഡിസൈനിൽ വന്ന ഡാർക്ക് എഡിഷൻ ആണ്. ഈ ടാറ്റ മോട്ടോഴ്സിന് ഇടയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അതായത് ചില വേരിയന്റുകൾ ചില മോഡൽസുകൾ ഡാർക്ക് എഡിഷൻ ഇറക്കും. ആൾട്രോസിൽ ഉണ്ടായിരുന്നു, ഹെയറിൽ ഉണ്ടായിരുന്നു, നെക്സോൾ ഉണ്ടായിരുന്നു, സഫാരിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ കർവ് കൂപ്പ ഡിസൈനിൽ വന്നിരിക്കണം ഈ മോഡലിനകത്തും ഡാർക്ക് എഡിഷൻ വന്നിട്ടുണ്ട്. ഇത് EV ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺബെസ്റ്റ് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇത് വളരെ എയറോഡൈനാമിക് ഡിസൈനിലാണ് ഈ കർവ് കൂപ്പ വന്നത്. അതുപോലെ തന്നെ ലെവൽ 2 അഡാസിന്റെ റഡാർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ വെൽക്കമിംഗ് ആയിട്ടുള്ള ആ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയും ഒരു ഇൻഡിക്കേറ്റേഴ്സിന്റെ അവിടെ കട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഐസ് ക്യൂബിന്റെ തരത്തിലാണ് ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ലൈറ്റ് കോർണറിംഗ് ഒക്കെ വരുന്നത്. ഇവിടെ ഫുള്ള് അടച്ചുപൂട്ടി സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നെങ്കിലും സാധാരണ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും ഫുള്ള് ക്ലോസ് ആയിരിക്കും. ഇതില് കുറച്ച് ഗ്രില്ല് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ ടാറ്റയുടെ തള്ളി നിൽക്കുന്ന ആ പുതിയ മോഡൽ ലോഗോ, ഇതും ഒരു ഡാർക്ക് തീമിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചാർജിങ്ങിന്റെ ഓപ്ഷൻ വരുന്നത് ഇവിടെയാണ്. നല്ല വെയിറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഈ ബോണറ്റിനൊക്കെ. ഇപ്പോ വണ്ടി സ്റ്റാർട്ടിങ്ങിനാണ്, പക്ഷെ അതിന്റെ സൗണ്ടും കാണുന്നില്ല, EV ആണല്ലോ. ഫ്രങ്ക് ഇവിടെയാണ് ഫ്രങ്ക് വരുന്നത്. അതായത് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം, നല്ല സേഫ് ആയിട്ടൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ ഇതിനകത്ത് വെക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എല്ലാ EV വാഹനങ്ങളും ഉണ്ട്. ഇത് ടാറ്റയാണ് ഇത് ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയത്. പിന്നെ നമ്മളുടെ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ചെറിയൊരു സ്പീക്കർ പോലെ സംഭവം കണ്ടാ, അത് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നറിയില്ല. അത് നമ്മളിതൊരു സൈലന്റ് ആയിട്ടുള്ള വാഹനമാണല്ലോ. അപ്പൊ റോഡിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർക്ക് ചെറിയൊരു വാണിംഗ് വണ്ടി വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ എൻജിൻ റൂം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമുക്ക് കാണിക്കാനുള്ളത്. ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കേട്ടില്ലേ, നല്ല വെയിറ്റ് ആണ്. അതാണ് ടാറ്റയുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടേക്ക് ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ഡാർക്ക് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ നല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിൽ, ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങും ഈ ഡാർക്കും കൂടെ ചേർന്ന ഒരു കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 18 ഇഞ്ചിന്റെ എയറോ ഇൻസെർട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. ടാറ്റയുടെ ഒരു ബാഡ്ജും കൂടെ കാണാൻ സാധിക്കും. ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീൽ ട്രാവലിംഗ് ആയാലും നല്ല വൃത്തിയിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡോട്ട് EV എന്നൊരു ബാഡ്ജിങ്, അത് ഭാഗ്യത്തിന് ഡാർക്ക് അല്ല, ഗ്രീനിലാണ്. ഗ്രീനും ബ്ലൂവും ചേർന്ന കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ വ്യൂ ഇവിടെ വരുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോ ഫോൾഡ് മിറർ. നമുക്കിവിടെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് അതങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ കണ്ടിരുന്ന അതേ മോഡലിലുള്ള അതേ സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നമ്മളുടെ ആ കൂപ്പെ ഡിസൈൻ എന്ന സംഭവം ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് ചേരിഞ്ഞിറങ്ങുന്നു. അതാണ് നമ്മുടെ കർവ് കൂപ്പെ ഡിസൈൻ. ബാക്കിലും ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വിത്ത് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ ബോഡി കളറോട് കൂടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്കിഡ് പ്ലേറ്റ് എന്ന് തന്നെ പറയാം, ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ മുന്നിലുള്ള മോഡൽ സെയിം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലെങ്തിലും വിത്തിലും ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബോഡി ലൈൻ പോകുന്നുണ്ട് കേട്ടോ. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഒരു മസിൽ പവർ തോന്നിക്കുന്ന തരത്തിലാണ് ഈ ബോഡി ലൈനൊക്കെ ഇവിടെ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ചെരിഞ്ഞ് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഈ ബോഡിയുടെ ഈ ലൈനുകളൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ജോയിന്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീൽ ട്രാവലിംഗ് ആയാലും റിയറിലായാലും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഫ്ലാപ്പ് പോലെ തോന്നിക്കുന്ന ഒരു സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതെന്തായാലും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടാറ്റയുടെ ലോഗോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. റിയറിലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടുണ്ട്. അപ്പൊ വശങ്ങളിൽ നിന്ന് കാണുമ്പോഴത്തെ കാഴ്ചകളൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ കണ്ടിരുന്ന അതേ മോഡലിലെ കാഴ്ചകളൊക്കെ തന്നെയാണെങ്കിലും ഡാർക്കിന്റെ ഒരു സംഭവശാസ്ത്രങ്ങളാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ കൊള്ളാം എന്ന് പറയാൻ നല്ല അടിപൊളി നല്ലൊരു ഡിസൈനിലാണ്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്പോയിലർ ഇവിടെ അടിച്ചു പരത്തിയ രീതിയിൽ കൊടുത്തിരിക്കുന്നു. അത് ഒരു എയറോഡൈനാമിക് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഷാർപ്പിൻ ആന്റിന GPS കണക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് അതിലെ DRL ഇവിടെ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ആയാലും നല്ല ഒരു മ്യൂസിക്കൽ തീമിലാണ് അതിങ്ങനെ പോകുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ നമുക്ക് ഇവിടെ കർവ് ഡോട്ട് TV എന്നൊരു ബാഡ്ജിങ്, ടാറ്റയുടെ ലോഗോ, റിയറിൽ ക്യാമറ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൽ ഗസ്റ്റർ അസിസ്റ്റൻസ് ഉണ്ട്. കാലിങ്ങനെ കാണിച്ചു വരും. അതിന് നമ്മുടെ കയ്യിൽ ചാവി വേണം. ഞാൻ ചാവി ഉള്ളിൽ വെച്ചിരിക്കുകയാണ്.
ലോക്കാവുന്ന പേടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടെ സ്വിച്ചിലായാലും നമുക്ക് ഇതിനകത്ത് പൊക്കാം. ഒരു ബീപ്പ് സൗണ്ടോട് കൂടി തന്നെ അതങ്ങനെ പൊക്കോളും. 500 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി. ഇവിടെ നമുക്ക് ഇതേ ഒരു ട്രേ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ JBL സ്പീക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ചാർജിങ് കുത്തി പുറത്തേക്ക് എടുക്കാവുന്ന സംവിധാനം കൊടുത്തിരിക്കുന്നു. ഹുക്ക് കാര്യങ്ങൾ ലൈറ്റ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ തിരിച്ച് താഴേക്ക് പൊക്കോളും. ഹാൻഡിലും അവിടെ കൊടുത്തിരിക്കുന്നു. നല്ല ബൂട്ട് സ്പേസ് ആണ്. അതാണ് ഈ കർവ് കൂപ്പെ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് ഡിഫോഗർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ മോഡലുകളിൽ നമുക്ക് റിയർ വൈപ്പർ ഉണ്ടാവില്ല, ഡിഫോഗർ അങ്ങനെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെത്തി പോകുന്ന ഡിസൈനിൽ തന്നെയാണ് ഈ കർവ് കൂപ്പെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടാറ്റയുടെ ലോഗോ ഡാർക്കിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും മനോഹരമാണ്, അടിപൊളിയാണ് ഇതിന്റെ ബാക്ക് വശം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പുറത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പുറത്തുള്ളത്. പ്ലസ് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങൾ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു മസിൽ ലൈൻ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിംഗ് അല്ല, നോർമൽ ഒരു പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 18 ഇഞ്ചിന്റെ അലോയ് വീൽസ് കാര്യങ്ങളും എയറോ ഇൻസെറ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ EV എന്നൊരു ബാഡ്ജിങ്, ടാറ്റ ഡാർക്ക് എഡിഷന്റെ ഡാർക്ക് എന്നൊരു ബാഡ്ജിങ്, ഡാർക്ക് എന്നുള്ള ലെറ്റേഴ്സ് ഡാർക്കിലാണ് അത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരു പ്ലേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓട്ടോ ഫോൾഡ് മിറർ കാര്യങ്ങൾ അതൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇപ്പുറത്ത് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്ക് പോയാലോ. ഇന്റീരിയറിൽ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ച് മാറ്റങ്ങൾ ഡാർക്ക് തീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മള് കർവ് EV ഡാർക്ക് എഡിഷന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. എടുത്തു പറഞ്ഞ കാര്യം, 22,24,000 രൂപയുടെ ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഈ വിലക്ക് ഇതുപോലൊരു സെറ്റപ്പില് വേറൊരു വാഹനം കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് വിദേശ നിർമ്മിത വാഹന കമ്പനികളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഇതുപോലൊരു വാഹനം നിർമ്മിക്കാൻ പറ്റൂ? ഇല്ല. അതിന് ടാറ്റ തന്നെ വേണം. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇതിന്റെ ഇന്റീരിയറിനെ ടാറ്റ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ വാഹനമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 22,24,000 രൂപയുടെ എക്സ്ഷോറൂം പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, EVയുടെ പ്രൈസ് ആണ് പറഞ്ഞത്. നമുക്ക് 2 ലക്ഷം EVകൾ വിറ്റുപോയതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ടാറ്റ അവരുടെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഓഫർ കൊടുക്കുന്നുണ്ട്. ലോയൽറ്റി ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കുട്ടനല്ലൂര് ടാറ്റയുടെ ഹേസൽ മോട്ടോഴ്സിന്റെ ഡീലർഷിപ്പിന്റെ അവിടുത്തെ എക്സിക്യൂട്ടീവിന്റെ നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വേണ്ട വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ, അടിപൊളിയായിട്ടാണ് ഇതിന്റെ ഈ തീം ടാറ്റ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതായത് ഈ ഡാർക്ക് തീം നല്ല മനോഹരമായിട്ട് നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റായാലും മനോഹരമായിട്ടാണ് ഇതിന്റെ സീറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത്. കാലൊക്കെ നമ്മൾ പൊതിഞ്ഞിരിക്കുന്ന തരത്തിലാണ് ഇതിന്റെ സീറ്റ്സിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. സീറ്റിന്റെ വെന്റിലേഷൻ ഒക്കെ 3 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോ പാസഞ്ചറിനും വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്വിച്ച്, അതുപോലെ തന്നെ സ്ലാൻഡിങ് പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സംവിധാനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ? ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാല് കണ്ടില്ലേ, ഇവിടെ നല്ല തൈ സപ്പോർട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡെഡ് പെഡൽ പോലത്തെ ഒരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോണറ്റിന്റെ വലിക്കാവുന്ന സംവിധാനമൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റിയറിംഗ് ആയാലും നല്ല അടിപൊളിയായിട്ടാണ് സ്റ്റിയറിംഗിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. സ്പോർട്ടി ഫിനിഷിംഗ് തോന്നിക്കുന്ന തരത്തിലുള്ള സ്റ്റിയറിംഗ് സെറ്റപ്പ് ആണ്. പിന്നെ ഇവിടെ ആംബിയന്റ് ലൈറ്റ് പോകുന്നുണ്ട്. നമുക്ക് ഇത് മ്യൂസിക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് തുള്ളിക്കളിച്ച് നല്ല ഇതിൽ പോകും. അതുപോലെ തന്നെ ഇവിടെ AC വെന്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ നമ്മളുടെ റീജനറേഷൻ പെഡൽ ഷിഫ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ ടാറ്റയുടെ ഈ ലോഗോ, ഈ ഇല്ലുമിനേറ്റഡ് ലോഗോ, അത് ടാറ്റ മോട്ടോഴ്സ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം കണ്ടുപിടിച്ചത്. അത് തന്നെ നമ്മൾ ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡാസിന്റെ സംവിധാനം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ വയർലെസ് ഫോണിന്റെ സംവിധാനമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഹോൺ വരുന്നത്. അത് തന്നെ നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ ആയിരുന്നു നല്ല മനോഹരമായിട്ടാണ് ആ സ്റ്റിച്ചിങ് ഒക്കെ കൊടുക്കുന്നത്, നല്ല അടിപൊളിയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എയർ ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് അടിപൊളിയായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലാണ്, അതാണ് റെഡി എന്നവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. നമുക്ക് 26.3 സെന്റിമീറ്ററിന്റെ ക്ലസ്റ്റർ ആണ് വരുന്നത്.
നമുക്കത് ഇവിടെ റേഞ്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി എത്ര റേഞ്ച് ഓടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സിറ്റി മോഡിലാണ് കിടക്കുന്നത്. റെഡി എന്ന് കാണിച്ചല്ലേ, ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോവും, അതാണ് ഇതിന്റെ കാര്യം. പിന്നെ നമുക്കത് economy drive mode activated. നല്ല മനോഹരമായ ശബ്ദല്ലേ. Boot drive mode activated. ഓഫ്, എന്ത് രസമല്ലേ സൗണ്ട്. City drive mode activated. സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്, അടിപൊളി. അതുപോലെ തന്നെ നമ്മുടെ ഈ ടച്ച് സ്ക്രീനിൽ ആയാലും 31.24 സെന്റിമീറ്ററിന്റെ അടിപൊളിയായിട്ടുള്ള സിനിമാറ്റിക് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള എല്ലാ സംവിധാനങ്ങളും, അതായത് ഇനി ലോകത്തിന് എന്തൊക്കെ സംവിധാനം ഉണ്ടോ അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് AC വെന്റ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആംബിയൻ ലൈറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്കത് ഇവിടെ നമുക്ക് ഒരു ഗ്ലോ ബോക്സ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കത് ഇവിടെ കുറച്ച് പേഴ്സ്, പേപ്പർ, പാന് കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെ ഒരു ആനിമലിന്റെ സംവിധാനം, ഇതെല്ലാം ടാറ്റ വാഹനങ്ങളുണ്ടാവും. പിന്നെ നമുക്ക് അവിടെ സ്പീക്കർ, എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഓട്ടോ ഡിമ്മിങ് മിറർ ഇവിടെ വരുന്നുണ്ട്. അതിൽ സ്വിച്ച് ഒക്കെ നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. പിന്നെ നമ്മളുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒക്കെ ഒരു ഡാർക്ക് തീമാട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പാനോരമിക് സൺറൂഫ് ഇതേ പോകുന്നു. അതിന്റെ ഷീൽഡും എല്ലാം ടോപ്പും ഒക്കെ വരുന്നത് നമുക്ക് ഡാർക്ക് തീമിൽ തന്നെയാണ് അതിനൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എമർജൻസി സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ക്ലോസ് ചെയ്യാം. ഫാസ്റ്റ് റെസ്പോണ്ട് ആണ്, അതാണ് ഇപ്പോൾ വരുന്ന ടാറ്റയുടെ എല്ലാ വാഹനങ്ങളിലും പ്രധാന പ്രത്യേകത. പിന്നെ ഇവിടെ ഹാൻഡിൽ അതും ഡാർക്ക് ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഇവിടുത്തെ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ അതും ഡാർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം ഇതെല്ലാം ഡാർക്കിൽ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്, അതാണ് ഇവിടെ കാണിക്കാൻ കാരണം. പിന്നെ നമ്മുടെ ഇവിടെ നമ്മളെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഡീഫോഗറിന്റെ സ്വിച്ച്, അതുപോലെ തന്നെ നമ്മളെ AC സ്വിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണല്ലോ. പിന്നെ നമ്മുടെ ഡിക്കി സ്വിച്ച് വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ വ്യൂ സ്വിച്ച്, അതിന്റെ സ്വിച്ച് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് വ്യൂ വരും. 3D 2D എല്ലാം വരുന്നുണ്ട്. വണ്ടിയുടെ കളറ് ഇതല്ല നമ്മുടെ, പക്ഷെ ഇതൊരു കളർ കൊടുത്തിട്ടുണ്ട്. 2D 3D സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ, ഷാർപ്പായിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. കൊള്ളാല്ലേ. വെറുതെ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. അതുപോലെ തന്നെ വെറുതെ സ്റ്റിച്ചിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ സ്റ്റാർ സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൊള്ളാം, അടിപൊളി. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചാവി വെക്കാവുന്ന സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാവി, അതും ഒരു കർവ് ഡിസൈനിലാണ് ചാവി വരുന്നത്. അടിപൊളിയല്ലേ, സൂപ്പർ ചാവി. പിന്നെ നമുക്കിവിടെ ഗ്ലോ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഗ്ലോ ബോക്സ് ആണ്. വിത്ത് ആമറസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആമറസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഈ സീറ്റും വെന്റിലേഷൻ അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ, ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നുണ്ട്, അതെന്തായാലും കൊള്ളാം. ഡോറിലും കണ്ടില്ലേ ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പിയാൻ ബ്ലാക്ക് ഫിനിഷിംഗ് ഷീൽഡ് വരുന്നുണ്ട്. ഇവിടെ ഹാൻഡിൽ വരുന്നുണ്ട്, സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ട്യൂട്ടർ വരുന്നുണ്ട്. ഇവിടെ JBLന്റെ 6 ഇഞ്ചിന്റെ സ്പീക്കർ, ഒരു അംബ്രല ഹോൾഡർ ഇവിടെ വരുന്നുണ്ട്, ബോട്ടിൽ ഹോൾഡർ, പേപ്പർ ഹോൾഡർ എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലക്സും കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു ഡോർ സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി റിയർ ഡോറിലേക്ക് പോകുമ്പോൾ ഫ്ലഷ് ഡോർ ഹാൻഡിൽ വെച്ച് നമുക്ക് തുറന്നു. റിയർ ഡോറിലാണ് ഒരു പുതിയൊരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു സൺ ബ്ലൈൻഡർ ഇവിടെ വരുന്നുണ്ട്. നമ്മള് ഹാരിയറിലും സഫാരിലൊക്കെ ഉള്ള പോലത്തെ സൺ ബ്ലൈൻഡർ ഇവിടെ വരുന്നുണ്ട്, എന്തായാലും കൊള്ളാം. പിന്നെ നമുക്കിവിടെ ട്യൂട്ടർ വരുന്നുണ്ട്. ഇവിടെ ബ്ലാക്ക് ഫിനിഷിന്റെ ഹാൻഡില്, സ്വിച്ച്, അതുപോലെ തന്നെ നമുക്കിവിടെ പോക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. JBLന്റെ സ്പീക്കർ ഒക്കെ വരുന്നുണ്ട്. റിയർ സീറ്റിലാണ് ഇതിന്റെ മനോഹരമായ ഒരു സെറ്റപ്പ് ഉള്ളത്. അതായത് നമുക്ക് ഇങ്ങനെ ചാരിരുന്ന് സുഖമായിട്ട് സഞ്ചരിക്കാം. നമുക്ക് ഈ സീറ്റിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കണ്ടില്ലേ.
ഇതൊക്കെ സാധനങ്ങൾ കയറ്റാൻ നമുക്ക് എളുപ്പമാണ്. ഇതിന് ബാക്കിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണില്ല അല്ലെങ്കിൽ പക്ഷെ നമുക്ക് ചാരി ഇരുന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഇതിനെ സാധിക്കുന്നുള്ളതാണ്. അതെന്തായാലും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിന്റെ കുഷൻസ് ആയാലും നല്ല മനോഹരമായിട്ടാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. ലെഗ് സ്പേസ് ആയാലും കണ്ടില്ലേ, ഇത്രയും നമുക്ക് ലെഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കാലൊക്കെ ചെരിച്ച് വെച്ചിരിക്കാനും ഇങ്ങനെയൊക്കെ നിവർത്തിച്ചിരിക്കാനും അടിപൊളിയാണ്. ഇവരുടെ 45 വാട്ടിന്റെ ഒരു ചാർജിങ് പോയിന്റ്, 2 AC വെന്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുമ്പോഴത്തെ വിഷ്വൽസ് ഇതാണ്. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന വിഷ്വൽസ് അടിപൊളിയായിട്ടുണ്ടല്ലേ, കൊള്ളാം. പിന്നെ നമ്മുടെ പാനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയായിട്ട് കാണാം, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. പിന്നെ നമുക്കത് ഇപ്പുറത്തെ ഡോറിലില്ലായാലും ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് വരുന്നുണ്ട്, അടച്ചിടാം. പിന്നെ നമ്മുടെ സൺ ബ്ലൈൻഡ് ഇവിടെ വരുന്നുണ്ട്, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടല്ലേ. ലെഗ് സ്പേസ് നല്ലോണം ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. 3 പേർക്ക് സുഖമായിട്ടും 4 പേർക്ക് തിങ്ങിക്കൂടിയും ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന അടിപൊളി വാഹനമാണ് ഈ കർവ് എന്ന ഈ കൂപ്പെ വാഹനം. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ തല ഇടിക്കുമോ എന്നൊരു സംശയം ഉണ്ടാവും, ഇങ്ങനെ ചെരിഞ്ഞു വരേണ്ട പേരിൽ. തല ഇടിക്കുന്നില്ല, ഞാൻ 5-7 നീളമുള്ള ആളാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതില്ലേ ഇത്രയും ഗ്യാപ്പ് ഇതിനകത്തുണ്ട്, അടിപൊളിയാണല്ലേ, സൂപ്പറാണ്. പിന്നെ നമുക്ക് ഈ ആംറെസ്റ്റ് ഉള്ളതിന്റെ പേരിൽ കൈവച്ചൊക്കെ സുഖമായിട്ട് ഇരുന്നൊക്കെ പോവാം. നല്ലൊരു വാഹനം തന്നെയാണ്. നമുക്ക് ഈ പ്രൈസ് റേഞ്ച് കിട്ടാൻ പറ്റുന്ന നല്ലൊരു വാഹനം തന്നെയാണ് ഈ ടാറ്റ മോട്ടോഴ്സിന്റെ കർവ് എന്ന വാഹനം. അപ്പൊ ഈ കർവിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് എഡിഷൻ മോഡൽ അതിന്റെ പേരിൽ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കർവിന്റെ വീഡിയോ കുറെ നാൾ ശേഷം ചെയ്തെന്നുള്ളൂ. അപ്പൊ നമ്മളെ റേഞ്ച് കാര്യങ്ങള് ഇതൊക്കെ നമ്മൾ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, മുന്നത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22,24,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 25 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ 2 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ ടാറ്റ മോട്ടോഴ്സ് വിറ്റേജിന്റെ ഭാഗമായിട്ട് അവർ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്പർ അടിയിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കർവിന്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ അറിയിക്കാം, ചോദിക്കാം, ഉത്തരങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.